സെൻകുമാർ പഴയ പിടിയിലില്ല കേട്ടോ, വിട്ടുപോയി. ഇപ്പൊ ഇങ്ങോട്ടായി പിടുത്തം. അത് ഓർമ്മ വേണോ? പഴയ നില തന്നെ സെൻകുമാർ സ്വീകരിക്കുകയാണ് എന്ന ധാരണയിൽ നിൽക്കരുത്. ആ നില മാറി പുതിയ താവളം സെൻകുമാർ നോക്കുകയാണ്. അത് മറക്കണ്ട. അതിൻ്റെ ഭാഗമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. ഈ സംസ്ഥാനത്തിലെ DGP സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് എന്ന നിലവെച്ചല്ല അദ്ദേഹം സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും. അതിൻ്റെ ഭാഗമായി തെറ്റായ കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിനെ അപകീർത്തിപ്പെടുത്തത്തക്ക രീതിയിൽ സംസാരിക്കുകയാണ്. നിങ്ങളാരെങ്കിലും പറഞ്ഞാൽ അത് രാഷ്ട്രീയമായി പറയുന്നതാണെന്ന് കണക്കാക്കുക. അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനാണ്. പക്ഷെ നിങ്ങളെക്കാളും കടുത്ത രാഷ്ട്രീയം നിങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ കയ്യിലല്ല ഇപ്പോൾ നിൽക്കുന്നത്, മറ്റാളുകളുടെ കയ്യിലായി. അത് ഓർമ്മിക്കണം. അതേ ഞാൻ പറയുന്നു. അന്നേ മുഖ്യമന്ത്രി പറഞ്ഞതാ പോലീസ് മേധാവി തലപ്പത്തിരിക്കുന്നത് RSS രാഷ്ട്രീയം മുറുകെ പിടിക്കുന്ന ആളാണെന്ന്. എന്നിട്ട് എന്തായിരുന്നു കോൺഗ്രസ് ഇവിടെ കാണിച്ചു കൂട്ടിയ കോലാഹലങ്ങള്? സെൻകുമാറിനെ താഴ്ത്തിവെച്ച ചെറിയ ചെറിയ ഉറുമ്പിരിക്കും, തലയിൽ വെച്ച ചെറിയ ചെറിയ പേനിരിക്കും എന്നൊക്കെ പറഞ്ഞല്ലേ പൊക്കിക്കൊണ്ട് നടന്നത്. ഒടുക്കം കോൺഗ്രസിനും സലാം പറഞ്ഞ് സെൻകുമാർ എത്തേണ്ട അടുത്ത് എത്തുകയും ചെയ്തു. ഇപ്പോതാ പോലീസിൽ DGP പദവിയിലിരുന്ന 2 പേരെ കൊണ്ട് പോലീസിനെതിരെ സമരം ചെയ്യിക്കാൻ BJP ഇറങ്ങിയിരിക്കുന്നു. ഒരാൾ, അതായത് സെൻകുമാർ സംസ്ഥാന പോലീസ് മേധാവിയായിരുന്നു കേട്ടോ. മറ്റൊരാൾ ശ്രീലേഖ. പോടാ പുല്ലേ പോലീസേ എന്നാണ് ശ്രീലേഖയുടെ ആക്രോശം. പോലീസ് സ്റ്റേഷൻ അടിച്ചു തകർക്കുമെന്നാണ് സെൻകുമാറിന്റെ വെല്ലുവിളി. എന്താ കഥ? വട്ടിയൂർക്കാവിൽ RSS BJP ഗുണ്ടകൾ അഴിച്ചുവിട്ട സംഘർഷവും അതേ തുടർന്നുണ്ടായ പോലീസ് നടപടികളുമാണ് മേൽ പറഞ്ഞവരെ ചൊടിപ്പിച്ചത്. സംസ്ഥാനത്ത് ക്രമസമാധാന നില തകരാറിലായാൽ നടപടി കൈക്കൊള്ളേണ്ടതും സമാധാന അന്തരീക്ഷം നിലനിർത്തേണ്ടതും പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. ഇതറിയാത്തവരൊന്നല്ല പോടാ പുല്ലേ പോലീസേ എന്നും പോലീസ് സ്റ്റേഷൻ ആക്രമിക്കണമെന്നും ഒക്കെ പറഞ്ഞത്. അല്ലെങ്കിലും സെൻകുമാർ പണ്ടേ അങ്ങനെയാണ്. അങ്ങേര് ഭയങ്കര ആദർശവാനായ വിട്ടുവീഴ്ചയില്ലാത്ത പോലീസ് സിംഗമാണ്. പക്ഷേ ആ സിംഗത്തിന് RSS BJPയോട് കാക്കിയിട്ട കാലത്തും ഇച്ചിരി കൂടുതൽ സ്നേഹമായിരുന്നു എന്ന് മാത്രം. പണ്ട് MG കോളേജിൽ RSS സംഘം പോലീസിന് നേരെ ബോംബെറിയുന്നു. CAയുടെ കാൽ തകരുന്നു. മറ്റ് നിരവധി പോലീസുകാർക്കും പരിക്കേറ്റു. ഈ സമയം കോളേജിൽ കയറിയ RSS ക്രിമിനലുകളെ അമർച്ച ചെയ്യുന്നതിനിടെ RSS സ്നേഹം പൊട്ടിയൊലിച്ച സെൻകുമാറിന് സഹിക്കാനായില്ല. അതിനുദാഹരണമാണ് ദാ ഈ വീഡിയോ. ഞാൻ പറഞ്ഞിട്ട് ഇവനെ അടിച്ചെങ്കിൽ now you will be under suspension. Okay, കൊണ്ടുപോ. I don't want any officer, any policeman. നിന്റെ നമ്പർ എടുക്കും. 2028 ബൈജു. അടിക്കരുത് ഞാൻ പറഞ്ഞു, നീ കേട്ടില്ല. പിന്നെ എന്താടാ നിനക്ക്? ഇപ്പോൾ നെട്ടയത്ത് ഒരു നാടിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന രീതിയിലുണ്ടായ സംഘർഷ സാഹചര്യത്തെ നിയന്ത്രിക്കുവാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ മൃഗീയമായി മർദ്ദിക്കുകയും കല്ലും വിറകും ഉപയോഗിച്ച് എറിയുകയുമാണ് BJPക്കാർ ചെയ്തത്. ഒട്ടേറെ പോലീസുകാർക്ക് ഗുരുതരമായി പരിക്കേറ്റു. എന്നിട്ടും മുൻ പോലീസ് മഹാന്മാർ അക്രമത്തിന് നേതൃത്വം വഹിക്കുകയും കലാപാഹ്വാനം നടത്തുകയും ചെയ്യുന്നു. എന്നിട്ട് അതിനൊരു പ്രത്യേക തരം ന്യായീകരണവും. ഞാൻ ജോലിയിൽ ഉണ്ടായിരുന്നപ്പോഴും പോലീസുകാരെ പോടാ പുല്ലേ എന്ന് വിളിച്ചിട്ടുണ്ടെന്ന്. തികച്ചും സംസ്കാരശൂന്യം എന്നല്ലാതെ എന്ത് പറയാനാണ്? ഇവരായിരുന്നല്ലോ പോലീസിന്റെ തലപ്പത്ത് ഉണ്ടായിരുന്നത് എന്ന് ആലോചിക്കുമ്പോൾ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അസഭ്യവർഷം നടത്തുന്ന രീതി ഓരോരുത്തരുടെയും സംസ്കാരത്തിന്റെ ഭാഗമാണ്. പക്ഷെ പോലീസ് ഉദ്യോഗസ്ഥരുടെ വാസസ്ഥലത്ത് ചെന്ന് ഭീഷണിപ്പെടുത്തുക, അവരുടെ മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തുക തുടങ്ങിയ പ്രവർത്തികളെ എങ്ങനെ അഭിസംബോധന ചെയ്യണമെന്ന് മാത്രം മനസ്സിലാകുന്നില്ല. ഇത്തരക്കാരോട്, അതായത് കലാപാഹ്വാനത്തിന് BJPയും കൂടെ കൂട്ടി കച്ചകെട്ടിയിരിക്കുന്ന വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയാൻ ഒന്നേയുള്ളൂ: ഈ ഓലംപാമ്പ് കാണിച്ചാലൊന്നും കേരള പോലീസിന്റെ വീര്യം ചോർന്നു പോകില്ലെന്ന്. ഒരാൾ പോലീസ് ജോലിയിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ അയാൾ ഒരു സ്വതന്ത്ര പൗരൻ തന്നെയാണ്. അത് ഒരു സാധാരണ സിവിൽ പോലീസ് ഓഫീസർ ആയിരുന്ന ആളായാലും DGP ആയാലും. വിരമിച്ച 40,000-ഓളം പോലീസ് ഉദ്യോഗസ്ഥർ ഇന്ന് കേരളത്തിലുണ്ട്. അവരിൽ പലരും പല ജോലികൾ ചെയ്ത് ജീവിക്കുന്നുണ്ട്. ഒട്ടേറെ പേർ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നുമുണ്ട്. ചിലരെങ്കിലും ജനപ്രതിനിധികളുമാണ്. അന്തസ്സായി വിവിധ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി നിന്ന് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന മുൻകാല പോലീസ് ഉദ്യോഗസ്ഥരെ ഏറെ അഭിമാനത്തോടെ കാണണമെന്നാണ് കരുതുന്നത്. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി CR ബിജുവിന്റെ വാക്കാണിത്. പക്ഷെ പോലീസ് സേനയിൽ ഇരിക്കുമ്പോഴും സംഘപരിവാറിന് വേണ്ടി പണിയെടുക്കുന്നു. ഇപ്പോൾ സംഘപരിവാറിന് വേണ്ടി സംസ്ഥാനത്ത് കലാപാഹ്വാനം വരെ നടത്തുന്നു.
ഇത്തരത്തിൽ അധംപതിച്ചവർ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന പരിഗണന പോലും അർഹിക്കുന്നില്ല. അത് ഓർത്താൽ നന്ന്. ആസനത്തിൽ ആൽമുളച്ചാൽ അതും തണലായി കൊണ്ടു നടക്കുന്നവരോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നും അറിയാം. എന്നാലും പറയേണ്ടത് പറയണമല്ലോ. സർവീസിൽ ഇരുന്നപ്പോൾ തന്നെ കാര്യമായ ഒരു പണിയെടുക്കാത്തവരാണ് വിരമിച്ച ശേഷം രാഷ്ട്രീയ യജമാനന്മാരുടെ കാല് നോക്കി പോലീസിന് നേരെ ചാടുന്നത്. സ്ഥാനമാനങ്ങൾ കിട്ടാത്തതിന്റെ കുതിക്കറിവ് ചിലരിൽ മനോരോഗമായി മാറുന്നുണ്ടെന്നാണ് കേൾവി. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഇനിയും സ്വയം അപഹാസ്യരാകരുത്.